കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പോര് വിലക്കിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഫലം വരുന്നതുവരെ ചർച്ചകൾ പാടില്ല എന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് പോര് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. മഹാരാഷ്ട്ര DCC അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തുന്ന രമേശ് ചെന്നിത്തല ഇന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണും. വിവരങ്ങൾ നൽകാൻ അൻഫിൽറ്റ് ഡിസൂസ ഒപ്പം ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു തർക്കം ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോകുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പോക്ക്. എങ്കിൽ കൂടി കേരളത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മുഖ്യമന്ത്രി ചർച്ചയിൽ ആദ്യം മുൻപന്തിയിൽ നിന്നൊരു പേരാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. അങ്ങനെ ഈ ഫാൻസ് പോർ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യത്തിൽ ഇതിന് ഒരു സമവായം അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോഴും അത് വേണ്ടാതാകുമോ? എന്താണ് അൻഫിൽറ്റിന് തോന്നുന്നത്? ശ്രീജ, ഈ മെയ് 4 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെയും ഈ രീതിയിലുള്ള തർക്കം, അതിനുശേഷം ആ ഭൂരിപക്ഷം എങ്ങനെ കിട്ടുന്നു എന്നതിനനുസരിച്ചായിരിക്കും. UDF-നായിരിക്കും ഭൂരിപക്ഷമെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂക്ഷമായ രീതിയിൽ തന്നെ തർക്കമുണ്ടാകും. പക്ഷെ അതുവരെയും ആ ഫലം വരുന്നതിന് ഇനി ഒരു 17 ദിവസം, ഇന്നത്തെ കൂടി നോക്കുകയാണെങ്കിൽ 17 ദിവസം ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഈ 17 ദിവസവും ഈ രീതിയിൽ ഏറ്റവും കുറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും ഈ ഫാൻസിന്റെ പോര് തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ രീതിയിൽ ഒരു വാശിയേറിയ രീതിയിലാണ് പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഈ രണ്ട് ചേരികളായി തിരിഞ്ഞ VD സതീശ പക്ഷവും ഒപ്പം KC പക്ഷവും എന്ന രീതിയിൽ പോർവിളിയിൽ ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ രീതിയിലൊരു പോർവിളിയായി പരസ്പരം കലഹിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ ഈ രീതിയിൽ നേതാക്കളൊക്കെ പരസ്യമായി ഇത് വിലക്കുകയും ഒപ്പം തന്നെ ഇത് വിലക്കാതെയും വിലക്കിയും ഒക്കെ തന്നെ ഈ നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടു. അതോടുകൂടിയാണ് ഇതിനകത്ത് സംസ്ഥാന നേതൃത്വം KPCCയുടെ ഒരു വിലക്ക്, അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ ഒരു വിലക്കുമൊക്കെ വന്നിട്ടുണ്ട്. ദീപദാസ് മുൻഷി ഈ വിഷയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നേതാക്കന്മാർ പരസ്യമായി പോരടിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 വരെ കാത്തിരിക്കണമെന്ന ഒരു താക്കീത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നൽകിയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കും നേതാക്കളൊക്കെ തന്നെയും ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് ഇനി മുദ്രികയില്ല. പക്ഷെ അത് ഈ മെയ് 4 വരെ മുദ്രികയില്ല എന്ന് നമുക്ക് പറയാനാവുകയില്ല. അതായത് ഒരു 17-18 ദിവസം വരെയൊക്കെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്ര കണ്ടങ്ങനെ ഇരിക്കുമെന്ന കാര്യത്തിലും സംശയമുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഈ തർക്കം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല ഡൽഹിക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം മഹാരാഷ്ട്ര DCC അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ പോലും ഉറപ്പായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സ്വാഭാവികമായും ഇവിടുത്തെ വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യുന്നു. കാരണം ആദ്യം മുതലേ ഇപ്പോഴും 3 പേർ തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഭാഗം തന്നെയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയും തുടക്കം മുതലേ രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ എന്ന പേരുകൾ ഉയർന്നു കേട്ടിരുന്ന ചർച്ചയ്ക്കിടയിലാണ് പൊടുന്നനെ തന്നെ വലിയൊരു ചർച്ചയാണ്, വലിയൊരു തരംഗം എന്ന രീതിയിൽ KC വേണുഗോപാൽ എത്തുന്നു. അതോടുകൂടിയാണ് ഈ ഫാൻസ് പോര് വലിയ രീതിയിൽ പരസ്യമായ ഒരു കലഹത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ചയുണ്ടായത്. രമേശ് ചെന്നിത്തല തൽക്കാലത്ത് ഒരു സമവായം എന്ന രീതിയിലൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് എന്തായിരിക്കും അവിടെ പറയുക, ധരിപ്പിക്കുക, ആ രീതിയിൽ നേതൃത്വം ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് രാഹുൽ ഇപ്പോൾ നിലവിൽ ദീപദാസ് മുൻഷിയാണ് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നൽകുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കേരളത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഉറപ്പാണ്, ഈ രീതിയിൽ പരസ്പരം കലഹിക്കുന്നതിൽ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ, അതായത് നേതൃത്വം, KPCC നേതൃത്വം വലിയ രീതിയിൽ അതൃപ്തിയിൽ തന്നെയാണ്. കാരണം പലവട്ടം സണ്ണി ജോസഫ് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ നേതാക്കൾ പരസ്പരം കലഹിക്കാൻ പാടില്ല, കാരണം ഉത്തരവാദിത്തമുള്ള നേതാക്കളാണ്, അവർ ആ പൊസിഷൻ കീപ്പ് ചെയ്യണമെന്ന രീതിയിൽ തന്നെയുള്ള മുന്നറിയിപ്പ് K മുരളീധരന്റെ ഭാഗത്തു നിന്നാലും ബെന്നി ബെഹനാന്റെ ഭാഗത്തു നിന്നാലും KC ജോസഫിന്റെ ഭാഗത്തു നിന്നായാലും തന്നെ ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും അതിന് തൊട്ട് താഴെയുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് നിര, യുവനിരയിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയുമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ KC വേണുഗോപാലിന് പിന്തുണ എന്ന രീതിയിലൊരു ഫാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവരൊക്കെ തന്നെയും സൈബർ ടീമുകളുടെ, പക്ഷേ ഈ സൈബർ ടീമിനെ ആരൊക്കെ നിയന്ത്രിക്കുന്നു? അവിടെ നിന്ന് നേതാക്കന്മാർ അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും സൈബർ ഇടത്തിലെ പോര് അതേ രീതിയിൽ തുടരുന്നു. കാരണം അത് തങ്ങളുടെ കയ്യിലല്ല, സൈബറിൽ ഒരു ഫാൻസ് ടീമുകൾ പരസ്പരം കലഹിക്കുന്നതാണ്, അവിടെ തങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല എന്ന രീതിയിൽ നേതാക്കന്മാർ പറഞ്ഞൊഴിയുമ്പോഴും ഒരു
ഭാഗത്ത് പരസ്യമായ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാതെ കുറച്ചു നാൾ നിൽക്കുമെങ്കിലും മറുഭാഗത്ത് അവരുടെ തന്നെ ഇടപെടലുകൾ കാരണം ഫാൻസുകൾ തമ്മിൽ പോരടിക്കുന്നത് കാഴ്ച അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെയും അതിനുശേഷം ഭൂരിപക്ഷം ആർക്കായിരിക്കും എന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഈ കലഹം മൂർച്ഛിക്കുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുക. ശരി അൻഫിൽഡ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പോര് ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുകയാണ്. പക്ഷേ ആ വിലക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം അതുവരെ നേതാക്കൾ പ്രതികരിക്കാതിരിക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽഡ് ഡിസൂസ.